1972 ഒക്ടോബർ 12 ഉറുഗ്വേയിലെ മോണ്ടിവീഡിയോ എന്ന സ്ഥലത്തു നിന്നും ചിലിയിലെ സാന്റിയാഗോയിലേക്ക് ഉറുഗ്വേൻ ഫ്ലൈറ്റായ എയർ ഫ്ലൈറ്റ് 571 യാത്ര തിരിക്കുന്നു. ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരും ഉറുഗ്വേയിലെ റഗ്ബി ടീം പ്ലെയേഴ്സ് ആയിരുന്നു. ഓൾഡ് ക്രിസ്ത്യൻസ് ക്ലബ്ബ് റഗ്ബി യൂണിയൻ എന്നാണ് അവരുടെ ടീമിന്റെ പേര്. സാന്റിയാഗോയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു ടൂർണമെന്റിൽ ഇംഗ്ലീഷ് റഗ്ബി ടീമായ ഓൾഡ് ബോയ്സ് ക്ലബ്ബുമായി കളിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ യാത്ര. 19 റഗ്ബി പ്ലെയേഴ്സ് ഉൾപ്പെടെ മൊത്തം 45 യാത്രക്കാരായിരുന്നു ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. ആ റഗ്ബി ടൂർണമെന്റ് നേരിട്ട് കാണാനായി നാൻഡോ പെറാഡോ എന്ന റഗ്ബി പ്ലെയറിന്റെ ഫാമിലി മെമ്പേഴ്സും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ യാത്ര തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മോശം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ലഭിച്ചു. അതുകൊണ്ടുതന്നെ അവർ സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റ് അർജന്റീനയിലെ മോന്റോസ എന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഒക്ടോബർ 13 കാലാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് അവരുടെ ഫ്ലൈറ്റ് മോന്റോസയിൽ നിന്നും നേരെ സാന്റിയാഗോ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. മോന്റോസയിൽ നിന്നും സാന്റിയാഗോയിലേക്ക് എത്തണമെങ്കിൽ ആൻഡീസ് മലനിരകൾ മറികടക്കേണ്ടതുണ്ട്. വളരെ പരിചയസമ്പന്നനായിരുന്ന ആ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ഈ വഴിയിലൂടെ 30ാമത്തെ തവണയാണ് ഫ്ലൈറ്റ് പറത്തുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡീസ് മലനിരകൾ എത്തിയത് മുതൽ ഫ്ലൈറ്റ് 25,000 ഫീറ്റ് ഉയരത്തിൽ പറത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും മോശം കാലാവസ്ഥയും മൂടൽമഞ്ഞും കാരണം അദ്ദേഹത്തിന് കോക്പിറ്റിലിരുന്നു കൊണ്ട് വളരെ അടുത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം ആൻഡീസ് മലനിരകൾ ക്രോസ് ചെയ്തു കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ച് 25,000 ഫീറ്റ് ഉയരത്തിൽ പറന്നിരുന്ന ഫ്ലൈറ്റിനെ 18,000 ഫീറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ മെസ്സേജ് കൺട്രോൾ റൂമിലേക്ക് പാസ് ചെയ്യുന്നു. ഇതേ സമയം ഫ്ലൈറ്റിനകത്തുള്ള എല്ലാ പാസഞ്ചേഴ്സും തങ്ങൾ സാന്റിയാഗോയിൽ ഏതു നിമിഷവും എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൈലറ്റ് ആ കാര്യം ശ്രദ്ധിച്ചത്. മുന്നിലെ മേഘങ്ങൾ മാറിയതും കോക്പിറ്റിലൂടെ അദ്ദേഹം ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. അവർക്ക് മുന്നിൽ വലിയ മലനിരകൾ തലയുയർത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഉടനെ തന്നെ കാര്യം മനസ്സിലായി. തങ്ങൾ ആൻഡീസ് മലനിരകൾ മറികടന്നിട്ടില്ല. അദ്ദേഹം ഫ്ലൈറ്റ് കുത്തനെ ഉയർത്താൻ പരമാവധി ശ്രമിച്ചെങ്കിലും ആ ഫ്ലൈറ്റിന്റെ വാൽഭാഗം മാത്രം മലയുടെ മുകളിലിടിക്കുന്നു. ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഫ്ലൈറ്റിന്റെ വാൽഭാഗം മുറിഞ്ഞു പോവുകയും ഏറ്റവും പുറകിലെ സീറ്റുകളിലിരുന്ന കുറച്ച് പാസഞ്ചേഴ്സ് പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലൈറ്റിന്റെ 2 ചിറകുകളും ഒടിഞ്ഞു. തുടർന്ന് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ച ഫ്ലൈറ്റ് മീറ്ററുകളോളം മഞ്ഞിലൂടെ സ്ലൈഡ് ചെയ്തു പോയതിനു ശേഷമാണ് നിന്നത്. തികച്ചും അപ്രതീക്ഷിതമായുണ്ടായ ഈ ഒരു ക്രാഷ് ലാൻഡിംഗ് കാരണം ഫ്ലൈറ്റിലെ കുറച്ചുപേർ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. ബാക്കിയുള്ളവരിൽ പലരും വലുതും ചെറുതുമായ പരുക്കുകളോടെ രക്ഷപ്പെടുന്നു. അതിൽ തന്നെ കുറച്ചുപേരുടെ പരുക്ക് ഗുരുതരമായിരുന്നതിനാൽ ഫ്ലൈറ്റ് ലാൻഡായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരെല്ലാം മരണപ്പെട്ടു. കൂട്ടത്തിൽ കുറച്ച് പരുക്കുകൾ മാത്രമുണ്ടായിരുന്നവർ മറ്റുള്ളവരെ ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്കിറക്കുവാൻ സഹായിച്ചു. പുറത്തിറങ്ങിയ അവർ കണ്ടത് കണ്ണെത്താ ദൂരം വരെ മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകൾ മാത്രമാണ്. പോരാത്തതിന് കൊടും തണുപ്പും. ഫ്ലൈറ്റ് ലാൻഡായിരിക്കുന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 മീറ്റർ ഉയരത്തിലായിരുന്നു. -20 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് അവിടുത്തെ തണുപ്പ്. ഫ്ലൈറ്റ് ക്രാഷായ കാര്യമറിഞ്ഞ് റെസ്ക്യൂ ടീം അടുത്ത ദിവസം തന്നെ അവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടുവാനായി അവർ തിരിച്ച് ആ ഫ്ലൈറ്റിനകത്ത് തന്നെ കയറിയിരിക്കാൻ തീരുമാനിച്ചു. കൊടും വേദനകളും തണുപ്പും സഹിച്ച് റെസ്ക്യൂ ടീമിനെയും കാത്ത് ആ ദിവസം അവർ തള്ളി നീക്കി. ഫ്ലൈറ്റ് ക്രാഷായതിൻ്റെ 2ാം നാൾ റെസ്ക്യൂ ടീം വരുമെന്ന പ്രതീക്ഷയിൽ തലേന്ന് രാത്രി ഫ്ലൈറ്റിൽ കഴിച്ചുകൂട്ടിയതിലെ 6 പേർ മരണപ്പെട്ടു. ആ കൂട്ടത്തിൽ ഫ്ലൈറ്റിന്റെ പൈലറ്റ്സും ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കകം ദൂരെ നിന്നും ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിച്ചു. അതുവഴി വരുന്നത് റെസ്ക്യൂ ടീമിന്റെ ഹെലികോപ്റ്റർ ആണെന്ന് ദൂരെ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി. അവർ രക്ഷപ്പെടാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിൽ കരയുകയും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. പക്ഷേ ആ റെസ്ക്യൂ ടീമിന് ക്രാഷായി കിടക്കുന്ന ഫ്ലൈറ്റിനെയോ അതിനടുത്ത് നിൽക്കുന്ന ആളുകളെയോ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അന്തരീക്ഷത്തിൽ മൊത്തം മൂടൽമഞ്ഞ് നിറഞ്ഞതും ഫ്ലൈറ്റിന്റെ നിറം വെള്ളയായിരുന്നതും കൊണ്ടാണ് അവർക്ക് അത് കാണാൻ കഴിയാതിരുന്നത്. താഴെ നിന്നുകൊണ്ട് അപകടത്തിൽപ്പെട്ടവർ ശബ്ദമുണ്ടാക്കുകയും കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വീശിക്കാണിക്കുകയും ചെയ്തുവെങ്കിലും ഹെലികോപ്റ്ററിനകത്തുണ്ടായിരുന്നവർക്ക് ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പതിയെ ആ ഹെലികോപ്റ്റർ അവരുടെ മുന്നിൽ നിന്നും ദൂരേക്ക് മാഞ്ഞുപോയി. എല്ലാവരും വളരെ നിരാശരായെങ്കിലും റെസ്ക്യൂ ടീം തങ്ങളെ കണ്ടുപിടിക്കാൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവർ കൈവിട്ടില്ല. റെസ്ക്യൂ ടീം എത്തുന്നതുവരെ ജീവനോടെ പിടിച്ചു നിൽക്കാൻ അവർ തീരുമാനിച്ചു.
തൽക്കാലം വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന ബാഗുകളെല്ലാം അവർ പരിശോധിച്ചതോടെ കുറച്ച് ചോക്ലേറ്റുകളും വൈൻ ബോട്ടിൽസും സിഗരറ്റുകളുമെല്ലാം അവർക്ക് ലഭിച്ചു. ഇതുമാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത്. അവരത് റെസ്ക്യൂ ടീം എത്തുന്നതുവരെ സൂക്ഷിച്ചുപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് ക്രാഷായതിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. അന്ന് അവിടെയൊരു അത്ഭുതം സംഭവിച്ചു. ഫ്ലൈറ്റ് ക്രാഷായ സമയത്ത് തന്നെ മരിച്ചുപോയി എന്ന് കരുതിയ നാൻഡോ പെറോഡോ എന്ന റഗ്ബി പ്ലെയറിന് 3-ാമത്തെ ദിവസം ബോധം തിരിച്ചു കിട്ടി. കണ്ണു തുറന്ന അദ്ദേഹം ആദ്യം ചോദിച്ചത് തൻ്റെ കൂടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന അമ്മയും സഹോദരിയും എവിടെയെന്നായിരുന്നു. ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡായപ്പോൾ തന്നെ നാൻഡോയുടെ അമ്മ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി വളരെ ക്രിട്ടിക്കലായ പരിക്കുകളോടെ കിടപ്പിലുമാണ്. ചികിത്സ കിട്ടാൻ വൈകിയാൽ തൻ്റെ സഹോദരിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് നാൻഡോയ്ക്ക് മനസ്സിലായി. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയല്ലാതെ അവരെ രക്ഷിക്കാൻ ഒരു റെസ്ക്യൂ ടീം പോലും അതുവഴി വന്നില്ല. എല്ലാവരും പട്ടിണി കിടന്ന് ക്ഷീണിച്ചുകൊണ്ടിരുന്നു. ഫ്ലൈറ്റ് ക്രാഷായതിൻ്റെ 10-ാം നാൾ ചികിത്സ കിട്ടാതെ നാൻഡോ പെറോഡോയുടെ സഹോദരിയുടെ ആരോഗ്യനില വളരെ മോശമാവുകയും ഒടുവിൽ നാൻഡോയുടെ മടിയിൽ കിടന്നു തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു. ഇതെല്ലാം വളരെ വിഷമത്തോടെ കണ്ടു നിൽക്കാൻ മാത്രമേ അവിടെയുള്ളവരെ കൊണ്ട് സാധിച്ചിരുന്നുള്ളൂ. ഇതേ സമയം ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന ഒരു റേഡിയോ അവർ നേരെയാക്കിയെടുത്തു. എല്ലാവരും ചേർന്ന് ആ റേഡിയോയ്ക്ക് ചുറ്റും നിന്ന് അടുത്ത ന്യൂസിനായി കാത്തിരുന്നു. ആ സമയം ആ റേഡിയോയിൽ വന്ന ന്യൂസ് കേട്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഫ്ലൈറ്റ് മിസ്സിംഗ് ആയതിനു ശേഷം തുടർച്ചയായുള്ള 10 ദിവസവും തിരച്ചിൽ നടത്തിയിട്ടും ഒരു തെളിവും കിട്ടാത്തതിനെ തുടർന്ന് റെസ്ക്യൂ ടീമിനെ താൽക്കാലികമായി ദൗത്യത്തിൽ നിന്നും പിൻവലിക്കുന്നു എന്നുള്ള ഗവൺമെന്റിന്റെ അറിയിപ്പായിരുന്നു അവർക്ക് കേൾക്കാൻ സാധിച്ചത്. ഇത് കേട്ടപ്പോൾ തന്നെ ഇനി തങ്ങളെ ആരും രക്ഷിക്കാൻ വരില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതോടെ അവരെല്ലാവരും അവിടെ കിടന്ന് മരണത്തെ നേരിടാൻ മാനസികമായി തയ്യാറെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരെല്ലാവരും മുഴുപട്ടിണിയായിരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഒരു ഘട്ടത്തിൽ നാൻഡോ പെറോഡോ എല്ലാവരെയും അടുത്ത് വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. ഇനിയും ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് നമുക്കിവിടെ കിടക്കുന്ന ഡെഡ് ബോഡികൾ തിന്നാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടതോടെ എല്ലാവരും ഞെട്ടിത്തെറിച്ചു. ആർക്കും അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ നാൻഡോ ഇതൊന്നും കാര്യമാക്കാതെ പൈലറ്റിന്റെ ശരീരത്തിൽ നിന്നും തന്നെ ഒരു കഷ്ണം മുറിച്ച് തിന്നാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന ഓരോരുത്തരായി നാൻഡോയുടെ കൂടെ ചേർന്ന് ഡെഡ് ബോഡികൾ മുറിച്ചു തിന്നാൻ തുടങ്ങി. വിശപ്പും ജീവൻ നിലനിർത്തണമെന്ന ആഗ്രഹവും അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ഫ്ലൈറ്റ് ക്രാഷായതിൻ്റെ 17-ാം നാളിലേക്ക് കടന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന 45 പേരിൽ ജീവനോടെ ഉണ്ടായിരുന്നത് വെറും 27 പേർ മാത്രമാണ്. ആ ദിവസം രാത്രിയിൽ ഒരു വലിയ ശബ്ദം കേട്ട് എല്ലാവരും ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ കണ്ടത് വലിയൊരു ഹിമപാതമാണ്. മഞ്ഞുമല ഇടിഞ്ഞ് വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. നിമിഷ നേരം കൊണ്ട് അവിടെയുണ്ടായിരുന്ന ഫ്ലൈറ്റ് മുഴുവനായി മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു. അതിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെട്ട 4 പേർ മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ തുടങ്ങി. അവർ വളരെ കഷ്ടപ്പെട്ട് കുറെ നേരം തിരച്ചിൽ നടത്തിയിട്ടും 15 പേരെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെട്ടവർ 19 പേരായി ചുരുങ്ങി. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ ഫ്ലൈറ്റിനെ മൂടിയിരുന്ന മഞ്ഞ് മെല്ലെ മെല്ലെ ഉരുകിത്തീർന്നു. ഇതേ സമയം തന്നെ അവരെല്ലാവരും ചേർന്ന് ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഓരോരുത്തരായി മരണപ്പെടും. അതിനു മുൻപ് അവസാന പരീക്ഷണമെന്ന നിലയിൽ ഇവരുടെ കൂട്ടത്തിൽ ആരോഗ്യത്തോടെയുള്ള 2 പേർ ചേർന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു വലിയ മഞ്ഞുമലയ്ക്ക് മുകളിൽ കയറി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കണം. അതായത് ദൂരെയായി വല്ല മരങ്ങളോ വീടുകളോ കാണാൻ സാധിക്കുകയാണെങ്കിൽ ആ സ്ഥലം ലക്ഷ്യമാക്കി എല്ലാവർക്കും യാത്ര തുടങ്ങാൻ വേണ്ടിയാണ് അവർ ആ തീരുമാനമെടുത്തത്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്നും ഈ ഒരു ശ്രമകരമായ ദൗത്യമേറ്റെടുക്കാനായി 2 പേർ തയ്യാറായി മുന്നോട്ട് വന്നു. അതിലൊരാൾ നാൻഡോ പെറോഡോയും മറ്റൊരാൾ റോബർട്ടോ കാനാസിയുമായിരുന്നു. അതിനോടകം ഫ്ലൈറ്റ് ക്രാഷായി 2 മാസത്തോളം കഴിഞ്ഞിരുന്നു. അപ്പോഴും ഡെഡ് ബോഡികൾ കഴിച്ചുകൊണ്ടാണ് അവർ ജീവൻ നിലനിർത്തിയത്. നാൻഡോയും റോബർട്ടോയും യാത്രയ്ക്ക് തയ്യാറായി. എത്ര ദിവസം യാത്ര തുടരേണ്ടി വരുമെന്ന് അവർക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ വിശപ്പ് മാറ്റാനായി ഡെഡ് ബോഡികളിൽ നിന്നും കുറച്ചധികം മാംസകഷ്ണങ്ങൾ മുറിച്ചെടുത്ത് അവർ കയ്യിൽ കരുതിയിരുന്നു. ഫ്ലൈറ്റിനകത്തെ സീറ്റുകളിലെ ലെതർ കൊണ്ട് ഷൂസും ജാക്കറ്റ്സുമെല്ലാം ഉണ്ടാക്കി അത്യാവശ്യം കുറച്ച് സാധനങ്ങളും എടുത്ത് അവർ പടിഞ്ഞാറ് ദിശയിലേക്ക് യാത്ര തുടങ്ങി. ആ യാത്ര അവർ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. തുടർച്ചയായുള്ള 3 ദിവസത്തെ നടത്തത്തിനൊടുവിൽ അവർ ഒരു മലയുടെ നെറുകിലെത്തി.
അതിനു മുകളിലെത്തുന്നതുവരെ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ മലയുടെ മറുവശത്ത് മണ്ണും മരങ്ങളും മനുഷ്യരെയുമെല്ലാം കാണാൻ കഴിയുമെന്ന്. പക്ഷേ മലമുകളിലെത്തിയ അവർ കണ്ടത് കണ്ണെത്താ ദൂരം വരെ മഞ്ഞുമൂടിക്കിടക്കുന്ന മറ്റു മലനിരകളാണ്. ഈ കാഴ്ച കണ്ട് കുറച്ചു നേരത്തേക്ക് അവരിരുവരും നിശബ്ദരായി നിന്നു. ഒടുവിലവർ ഒരു തീരുമാനമെടുത്തു. പരാജയം സമ്മതിച്ച് തിരിച്ചുപോയാൽ മറ്റുള്ളവരുടെ കൂടെ കിടന്ന് മരിക്കാം. മുന്നോട്ട് തന്നെ യാത്ര തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വഴിമധ്യേ മരണപ്പെടാം, അതല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്കെത്താം. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെ യാത്ര തുടരാൻ അവർ തീരുമാനിച്ചു. 10 ദിവസത്തോളം അവർ ഒരേ ദിശയിൽ തന്നെ നടന്ന് 53 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഇതിൽ പല മലനിരകളും ദുർഘടം നിറഞ്ഞ ഹിമപാതങ്ങളും അവർ മറികടന്നു. ഇതേ സമയം അപകടത്തിൽപ്പെട്ടവരിൽ 3 പേർ കൂടി കൊടും തണുപ്പിൽ മരണത്തിന് കീഴടങ്ങി. മറ്റുള്ളവരാകട്ടെ ഇത് തന്നെയാവും നമുക്കും സംഭവിക്കുക എന്നുറപ്പിച്ച് മരണത്തെ നേരിടാൻ മാനസികമായി തയ്യാറെടുത്തു. പക്ഷേ നാൻഡോയും റോബോട്ടോയും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം 53 കിലോമീറ്ററിലധികം പിന്നിട്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി. തങ്ങൾ നടക്കുന്ന വഴിയിലെ മഞ്ഞിന്റെ കനം കുറഞ്ഞു വരുന്നുണ്ട്. ശരിയായ ദിശയിലേക്ക് തന്നെയാണ് തങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ള പ്രതീക്ഷ അവരുടെ നടത്തത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. വീണ്ടും കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ ഒരു പുഴയുടെ തീരത്തെത്തി. തീർച്ചയായും ആ പുഴയ്ക്കരികിൽ മനുഷ്യവാസമുള്ള സ്ഥലം കണ്ടെത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഇരുവരും ആ പുഴയ്ക്കരികിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ആ പുഴയുടെ മറുവശത്ത് ഒരാൾ നിൽക്കുന്നത് ഇവരുടെ കണ്ണിൽപ്പെട്ടത്. നാൻഡോയും റോബോട്ടോയും കൂടി ശബ്ദമുണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. പുഴയൊഴുകുന്ന ശബ്ദത്തിൽ ഒന്നും മനസ്സിലാകാതെ മറുകരയിൽ നിന്ന് അദ്ദേഹത്തിന് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ പുഴ മുറിച്ചു കടന്ന് അങ്ങോട്ട് പോവുക എന്നുള്ളതും എളുപ്പമായിരുന്നില്ല. ഒടുവിൽ നാൻഡോ പെറാഡോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിൽ ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി എഴുതുകയും സഹായം അഭ്യർത്ഥിച്ച് ആ പേപ്പർ ഒരു കല്ലിൽ ചുരുട്ടി അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ പേപ്പർ എടുത്ത് വായിച്ച് കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്നും പോവുകയും പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പറയുമ്പോൾ എളുപ്പമായി തോന്നുമെങ്കിലും അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തന്നെ 10 മണിക്കൂറിലധികം യാത്ര ചെയ്തിട്ടാണ്. അതിനുശേഷമാണ് രക്ഷാദൗത്യം ആരംഭിക്കുന്നത് പോലും. ഉടനടി റെസ്ക്യൂ ടീമിന്റെ 2 ഹെലികോപ്റ്ററുകൾ നാൻഡോയും റോബോട്ടോയും നിൽക്കുന്ന സ്ഥലത്തെത്തുകയും അവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അവരുടെ സഹായത്തോടെ തന്നെ ഫ്ലൈറ്റ് ക്രാഷായ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ശേഷം മണിക്കൂറുകൾ നീണ്ടുനിന്ന രക്ഷാദൗത്യത്തിനൊടുവിൽ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നവരെ മുഴുവൻ രക്ഷപ്പെടുത്തി. 45 പേരുണ്ടായിരുന്ന യാത്രക്കാരിൽ 16 പേർ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അപകടം നടന്ന് 72 ദിവസങ്ങൾക്ക് ശേഷമാണ് റെസ്ക്യൂ ടീം ഇവരുടെ അടുത്തെത്തിയത്. അതിനാൽ 16 പേർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇവരുടെ തിരിച്ചുവരവ് അന്ന് ലോകം മുഴുവൻ വലിയ വാർത്തയായിരുന്നു. എന്നാൽ ആ വാർത്ത പിന്നീട് വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചു. കൂടെയുണ്ടായിരുന്നവരുടെ ഡെഡ് ബോഡികൾ പച്ചയ്ക്ക് തിന്നു എന്ന വാർത്ത പുറം ലോകം അറിഞ്ഞതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രക്ഷപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അപമാനങ്ങളുമാണ് പൊതുജനങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നത്. ഒടുവിൽ ആ ഫ്ലൈറ്റ് ക്രാഷിൽ നിന്നും രക്ഷപ്പെട്ടവർ ചേർന്ന് ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർക്കുകയും ഫ്ലൈറ്റ് ക്രാഷായതിനു ശേഷമുള്ള ആ 72 ദിവസത്തോളം ജീവൻ പിടിച്ചു നിർത്താൻ അവർ അനുഭവിച്ച പ്രയാസങ്ങളും യാതനകളുമെല്ലാം തുറന്നു പറയുകയായിരുന്നു. അവരുടെ സാഹചര്യത്തിൽ മറ്റാരായിരുന്നാലും ഇത് തന്നെയായിരിക്കും ചെയ്തിരിക്കുക എന്നത് അവരുടെ വെളിപ്പെടുത്തലിലൂടെ എല്ലാവർക്കും മനസ്സിലായി. വർഷങ്ങൾ പലതും കടന്നുപോയി. ഇന്ന് നാൻഡോ പെറാഡോ ഒരു ടെലിവിഷൻ അവതാരകനും മോട്ടിവേഷണൽ സ്പീക്കറുമെല്ലാമാണ്. അതുപോലെ റോബർട്ടോ ഇന്നൊരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. ഇരുവരും അന്ന് റഗ്ബി ടീമിലെ പ്ലെയേഴ്സുമായിരുന്നു. 19 പേരടങ്ങുന്ന ആ റഗ്ബി ടീമിൽ 7 പേർക്ക് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്താണ് ഈ സർവൈവൽ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.